കോട്ടയം ഇന്ദ്രപ്രസ്ഥം മണ്ഡപത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ട് 24 മണിക്കൂറിനകം കോട്ടയം പോലീസ് പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിയെ ഇന്നലെ രാത്രി തൃശ്ശൂരുള്ള മേലാടൂർ കോഴി ഫാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. രണ്ടുപേരെയും കോടാലിക്ക് വെട്ടിക്കൊല്ലുകയായിരുന്നു. സുരക്ഷിതമെന്ന് കരുതി അവരുടെ വീട്ടിൽ 5000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വീട്ടിൽ അവിടെ സെക്യൂരിറ്റി പ്രായമുള്ള മറ്റൊരാളുണ്ടായിരുന്നു. 2 ലാബ്രഡോർ പട്ടികൾ തന്നെ വീട്ടിനകത്തുണ്ട്. എങ്കിലും രണ്ടുപേരും കൊല്ലപ്പെട്ടു. കോടാലിക്ക് രണ്ടുപേരും വിവസ്ത്രമാക്കി അപമാനിച്ചു. അവിടെ അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആസാങ്കാരൻ ഒരു തൊഴിലാളി, അയാൾ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഒരു ഐഫോൺ മോഷണം ചെയ്തു. അത് വിജയകുമാർ പോലീസിൽ പരാതിപ്പെട്ടു. അത് പിടിച്ചെടുത്തു. ഐഫോൺ മുഖേന 90,000 രൂപ ആ അതിഥി തൊഴിലാളി അമിത് ഉറാങ് കൈവശപ്പെടുത്തിയിരുന്നു. അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം അയാൾ ജാമ്യത്തിലിറങ്ങിയിട്ട് അയാൾ അതിനുശേഷം വീട്ടിൽ വന്ന് വിജയകുമാറിനെയും ഭാര്യയും ആക്രമിക്കാൻ വന്നു, തെറി വിളിക്കാൻ വന്നു, ചേത്ത് വിളിക്കാൻ വന്നു. രണ്ടാമത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 5.5 മാസം ജയിലിൽ കിടന്ന് ജാമ്യമില്ലാതെ, ആരും ജാമ്യത്തിനെടുക്കാനില്ലാതെ എങ്ങനെയോ അയാൾ ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം അയാൾ കഴിഞ്ഞ ഏപ്രിൽ 3 ജാമ്യത്തിലിറങ്ങി. അതിനുശേഷം ഇവിടെ വന്ന് ആ വീട്ടുകാരോട് പകരം ചോദിക്കണമെന്ന് വൈരാഗ്യം മനസ്സിൽ ഉള്ള ഒരാസാങ്കാരനാണ്. പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച ആളാണ്. അതിന് തന്ത്രപരമായി അയാൾ നീങ്ങി. പല സന്ദർഭത്തിൽ ആ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് അവിടെ കണ്ടു. അയാൾക്ക് പരിചിതമായ സ്ഥലമാണ് എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥകൾ മുഴുവൻ നോക്കി പഠിച്ചു. അയാൾ ആ വീടിൻ്റെ മുൻവശത്തെ ജനലിൻ്റെ അവിടെ ഒരു ഡ്രില്ലർ ഉപയോഗിച്ച് അവിടെ തുളച്ച് ആ വഴി കൈയിട്ട് ആ ഡോറ് തുറന്നു. ബാക്കിയുള്ള വിവരങ്ങൾ എങ്ങനെയായാലും ആ ഡോറ് തുറന്നിടത്ത് തന്നെയാണ് വിജയകുമാർ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. താഴത്തെ നിലയിൽ തന്നെ ഭാര്യ ഡോക്ടർ മീരയും കൊല്ലപ്പെട്ട് കിടക്കുന്നു. എന്തായാലും പോലീസ് ആദ്യം മുതലേ ഹോപ്പ്ഫുള്ളായിരുന്നു. കാരണം ഇവൻ തന്നെ ആയിരിക്കും ചെയ്തത്. അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. സംഭവത്തിൻ്റെ അന്നും അതിൻ്റെ 3-4 ദിവസം മുമ്പും കോട്ടയം റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബിനോ ടൂറിസ്റ്റ് ഇയാൾ മുറിയെടുത്ത് താമസിച്ചായിട്ട് രേഖകൾ അവിടെ ഉണ്ട്. പോലീസ് അത് കണ്ടെത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വീട്ടിനകത്തുള്ള ആ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും 3 ഫോണ് മോഷണം പോയി, ഇയാൾ കൊണ്ടുപോയി. അതോടൊപ്പം ആ വീട്ടിലെ ഏകദേശം 16 CCTV ഉണ്ടായിരുന്നു വീടും പരിസരമായിട്ട്. ആര് കയറിയാലും വീട്ടിലിരുന്ന ആൾക്ക് അത് മുഴുവൻ കാണാൻ പറ്റും. അതിൻ്റെ ഡിജിറ്റൽ DVR എടുത്തുകൊണ്ട് പോയി. വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും 3 ഫോൺ കൊണ്ടുപോയി. 3 ഫോണിനകത്ത് 4 SIM കാർഡ് ഉണ്ട്. ഏതായാലും പോലീസ് കൃത്യമായി ഹോപ്പ്ഫുള്ളായിരുന്നു തുടക്കം മുതലേ. വിജയകുമാറിൻ്റെ മകൻ നേരത്തെ 2017 ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അത് CBI അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡറായി. ആ ഓർഡർ പ്രകാരം CBI ഒരു FIR രജിസ്റ്റർ ചെയ്തു. ആ CBI ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ അവിടെ വന്നു. ആ മകൻ്റെ മരണം അത് ആ വീട്ടുകാർക്ക് വലിയ ഷോക്കായിരുന്നു. കാരണം മകൻ ബിടെക്കുകാരനാണ്. ഗൗതമൻ മരിച്ച് 2017 മരിച്ച് കോട്ടയത്തെ കാരിത്താസിനടുത്ത് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഏതാനും കുത്തുകളുണ്ട്. ഒരു 200-240 മീറ്റർ അകലെ കാരിത്താസിനടുത്ത് ഗൗതം വന്ന കാറ് കിടപ്പുണ്ട്. കാറിൻ്റെ മുൻസീറ്റിലും പിൻസീറ്റിലും ധാരാളം രക്തം പൊടിഞ്ഞിട്ടുണ്ട്. രക്തം വീണ് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പല സ്ഥലത്തും കുത്തേറ്റിരുന്നു. 2 ഫൈറ്റലായിട്ടുള്ള കുത്തുകളുണ്ടെന്ന് ഹൈക്കോടതി ഒബ്സർവ് ചെയ്തു. ജസ്റ്റിസ് കൗസർ ഇടപ്പഴത്തെ ബെഞ്ച് അത് കണ്ടെത്തി. അതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിഗമനം. കാരണം
റെയിൽവേയിലെ ആ ട്രാക്കിലെ കിടന്ന സ്ഥലത്ത് റൺ ഓവറില്ല. ആ ട്രെയിൻ കയറി ഇറങ്ങിയതിൻ്റെ മരണമല്ല, മരണകാരണം രക്തം മാറുന്നത് തന്നെ 2 ഫെയ്റ്റലായിട്ടുള്ള ഇഞ്ചുറിയുണ്ട്. ആ ഇഞ്ചുറി ഉള്ള ഒരാൾക്ക് അതേ കാറിൽ നിന്ന് സ്വയം ഏൽപ്പിച്ചതാണെങ്കിൽ നടന്ന് ആ ട്രാക്കിൽ വരാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിഗമനം. അതുകൊണ്ട് CBI വന്നു, CBI FIR തയ്യാറാക്കി. ആ കേസും ഈ കേസും അതിലെ കൊലയാളികൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ഇതുവരെ പ്രചരിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ. പക്ഷേ ആ വീട്ടിൽ നിന്ന് 3 മൊബൈൽ ഫോണും അവിടുന്ന് മോഷണം പോയി, DVR പോയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ട്രാക്ക് ചെയ്ത് ഇയാളെ തൃശ്ശൂർ ഉണ്ട്, മാളയ്ക്കടുത്തുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു, അവിടെ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. മേലാടൂർ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആ വിജയകുമാറിൻ്റെ മൊബൈൽ ഇയാളുടെ കയ്യിൽ നിന്ന് പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. കഥ ഇവിടെ അവസാനിച്ചു. കാരണം യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞു പോലീസ്. ആ വിജയകുമാറിനെ ഭാര്യയും കൊന്ന് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ മൊബൈൽ ഫോണ് ഈ അഹമ്മദ് ഉറാങ് എന്ന ആസാംകാരൻ്റെ കയ്യിൽ നിന്ന് പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേസിൻ്റെ ഡിറ്റക്ഷൻ 100% കറക്റ്റായി. പോലീസ് അമിതമായ ഒരു വിശ്വാസം തുടക്കം മുതൽ പറഞ്ഞിരുന്നു. കാരണം ഷാഹുൽ ഹമീദ് പറഞ്ഞ കോട്ടയം SP തുടക്കത്തിലേ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള ക്ലൂ കിട്ടിയിട്ടുണ്ട് എന്നാണ്. അത് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്നു. കാരണം മകൻ്റെ ദുരൂഹമായ ഒരു മരണം നേരത്തെ ഉള്ളത്, അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് പലരും അതിൻ്റെ ചർച്ചകളിൽ മുന്നോട്ട് പോയത്. പക്ഷേ കോട്ടയം SP ഷാഹുൽ ഹമീദിനും അവിടുത്തെ DYSP വെസ്റ്റിലെ DYSP സംഘത്തിനും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവർ പ്രതിയുടെ പുറകെ പൊയ്ക്കൊണ്ടിരുന്നു. ഏതായാലും കറക്റ്റായിട്ട് ലൊക്കേഷൻ അവർ കണ്ടെത്തി. അവിടെ കോഴി ഫാം, മേലാടൂർ കോഴി ഫാമിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് ഇയാളുടെ ഇമെയിൽ, അതുപോലെ തന്നെ ഇയാളുടെ കയ്യിലുള്ള ഫോണ്, അത് ഒരു സമയത്ത് ഇയാളൊന്ന് ഓപ്പൺ ചെയ്തു. ഇയാളുടെ ഭാര്യയെ ഒന്ന് വിളിക്കാനൊന്ന് ശ്രമിച്ചു. അതുപോലെ ഇമെയിലിൽ കൂടെ ഒരു വാർത്ത അയക്കാനായിട്ട് ശ്രമിച്ചു. പോലീസ് അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ നമ്പേഴ്സാണ്. പിടി അങ്ങനെയാണ് വീണത്. ഇമ്മീഡിയറ്റായിട്ട് അവനെ കസ്റ്റഡിയിലെടുത്തു. കേരളം വിടാൻ അനുവദിച്ചില്ല. കേരള പോലീസിൻ്റെ ഏറ്റവും നല്ല ഡിറ്റക്ഷനിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിജിറ്റൽ എവിഡൻസുകളും മറ്റു കാര്യങ്ങളും കണ്ടെത്തണം. ആ വീട്ടിലെ ലാബ്രഡോർ പട്ടി വീട്ടിനകത്ത് ഈ അതിഥി തൊഴിലാളി അല്ലെങ്കിൽ അഹമ്മദ് ഉറാങ് കയറിയപ്പം കുരച്ചില്ല. അത് ആ വീട്ടിൽ ഇയാൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുങ്ങൾക്ക് തീറ്റ കൊടുത്തിട്ടുണ്ടാവണം. എങ്കിലും പട്ടികൾ രണ്ടും അവശ നിലയിലാണ് ആയിരുന്നു. പക്ഷേ ഇന്ന് അത് റിക്കവർ ചെയ്തതായിട്ടാണ് കാണുന്നത്. എന്തായാലും അയാളുടെ വൈരാഗ്യ മനസ്സ്, കാരണം ഏകദേശം 5.5 മാസത്തോളം ജയിലിൽ കിടന്നു. രണ്ടാമത് വന്ന് വിജയകുമാറിനെയും ഭാര്യയും ചീത്തയും തെറി വിളിച്ച് വീട്ടിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചപ്പം പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 5.5 മാസത്തോളം ജയിലിൽ കിടന്നത്. അതിനുശേഷം വന്ന് ആണ് ഈ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത്. രണ്ടുപേരെയും കൊന്ന് നശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. ആ വീടിൻ്റെ പിൻവശത്തുള്ള അവരുടെ ഒരു ഗോഡൗൺ പോലെയുള്ള ആ സ്ഥലത്തു നിന്നാണ് കോടാലി എടുത്തിരിക്കുന്നത്. ആ കോടാലി തിരിച്ചവിടെ കൊണ്ടുപോയി വെച്ച പോലെ തോന്നുന്നുണ്ട്. ഒരു അമ്മിക്കല്ല് ഇയാൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് വീടിൻ്റെ മുൻവശത്ത് കൊണ്ട് വെച്ചിരുന്നു, ഉപയോഗിക്കേണ്ടി വന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു അക്രമം ഇത്ര സുരക്ഷിതമായ സ്ഥലത്ത് ഒരിക്കലും വിജയകുമാറും ഭാര്യയും പ്രതീക്ഷിച്ചില്ല. വിജയകുമാറിൻ്റെ മൂത്ത മകൾ ഡോക്ടറാണ്. അവർ USA അതുപോലെ ഓസ്ട്രേലിയയിലൂടെയാണ്. അവർ വന്ന ശേഷമാണ് കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. എന്തായാലും കോട്ടയത്തെയും കേരളത്തെയും നടുക്കിയ ഒരു ഇരട്ട കൊലപാതകം, അത് ഏകദേശം 24-26 മണിക്കൂറിനകം കേരള പോലീസിന്, പ്രത്യേകിച്ച് കോട്ടയം SP സംഘത്തിനും അവിടുത്തെ DYSPക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരൂഹമായ കേസുകൾ പോലീസിൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും. കാരണം ഡിജിറ്റലിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റോ CCTV ഇൻവോൾവ്മെൻറ്റോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് കേരള പോലീസ് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.